അസ്സലാമലൈക്കും. ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു സർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വീണ്ടും ഒരു വിന്നിങ് റെസിപ്പി ആയിട്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ സലോണ ചിക്കൻ കറിയുടെ കൂടെ ഡെസേർട്ടായിട്ട് ഞാൻ സെർവ് ചെയ്ത ഒരു ഡെസേർട്ട് ഐറ്റം. അപ്പോൾ അതിൻ്റെ പേരാണ് ബലാലീത്ത്. എമിറാത്തികളുടെ സ്വന്തം ഡെസേർട്ട് എന്ന് തന്നെ പറയാം. ഇത് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കും, ഡെസേർട്ടായിട്ടും കഴിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഞാൻ അന്ന് ഡെസേർട്ടായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബലാലീത്ത് ഉണ്ടാക്കുന്നത് എന്നും ബലാലീത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും. ബലാലീത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റായിട്ട് വേണ്ടത് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ. അപ്പോൾ സേമിയ എടുക്കേണ്ടത് 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. നമ്മളിപ്പോൾ 200 ഗ്രാമാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ 100 ഗ്രാമും ഒരു ഗ്ലാസ്സിൽ 100 ഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ബലാലീത്തിന് പൊതുവേ മധുരം അധികം ഇടില്ല. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇടാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടർ. ആ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ ഒരു പിഞ്ച് സാഫ്രോണ്. പിന്നെ വേണ്ടത് ആൽമണ്ടാണ്. അത് നിങ്ങൾക്ക് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ നട്ട്സ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആൽമണ്ട് ഞാൻ ബദാം പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കാഡമം, ഏലക്കട പൊടി. ഏലക്കട പൊടി 1 ടീസ്പൂണ് ഇടും. പിന്നെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ബട്ടറാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഗീ ഒക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാമാണ്. നമുക്ക് ആൽമണ്ട് റോസ്റ്റ് ചെയ്യണം, എഗ്ഗ് ഫ്രൈ ചെയ്യേണ്ടത് 1 എഗ്ഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ 2 ഗ്ലാസ്സുകളിലാക്കി വെച്ചിട്ടുണ്ടല്ലോ വെർമിസെല്ലി. അപ്പോൾ അതിൽ 1 ഗ്ലാസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറോ ഗീയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വേറെ ഗ്ലാസ്സിലുണ്ടായിരുന്ന ആ വെർമിസെല്ലി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ബോയിൽ ആവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ ബോയിൽ ആവാണ്ട് നമ്മൾ നോക്കണം. സേമിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽറ്റർ ചെയ്യാം. ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇനി നട്ട്സാണ് എടുക്കുന്നത് വെച്ചാൽ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആൽമണ്ട് ഇട്ട് കൊടുത്ത് റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഒരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, 1 പിഞ്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചൂടാക്കിയ ആ പാനിൽ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ പാൻ ചൂടാക്കി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ബട്ടർ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം.
ഫിൽറ്റർ ചെയ്ത് വെച്ച സേമിയം ആഡ് ചെയ്ത് കൊടുത്തു. കൂടെ തന്നെ ഷുഗർ ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 1 ടീസ്പൂണ് ഏലക്കപ്പൊടി, റോസ് വാട്ടറും സാഫ്രോണും കുങ്കുമപ്പൂവും ചേർന്ന ആ മിശ്രിതം എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാത്ത വിധം നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. മെൽറ്റായിട്ടുള്ള ഷുഗറൊക്കെ അതിൽ മിക്സായിട്ട് വരണം. ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് മാറ്റി വെച്ച എഗ്ഗ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വറുത്ത് മാറ്റി വെച്ച ആൽമണ്ട്സും. പിന്നെ നമ്മുടെ ബലാലീത്ത് റെഡിയായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡെസേർട്ട് ഐറ്റം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ ബലാലീത്ത് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.